ഡോക്ടർ പ്രസവം കഴിഞ്ഞിട്ട് ഇപ്പം പല കുടുംബങ്ങളിലും പ്രസവ രക്ഷ എന്നൊക്കെ പല വാക്കുകൾ കേൾക്കാം. കമ്പൽസറി ആയിട്ട് ഇവരെ ഇടുപ്പിൽ മൊത്തം ചൂടുവെള്ളം കെട്ടി വെക്കുക, ഇവരെ അങ്ങോട്ട് കിടത്തുക, അനക്കില്ല. സയൻറ്റിഫിക് ആയിട്ട് ഇത് ശരിയാണോ? ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ അവരെ കെയർ കൊടുക്കുന്ന ലേഡീസ് പറയും നടക്കാൻ പറ്റില്ല എന്ന് പറയും, അതേപോലെ കിടക്കാം. ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ പ്രഗ്നൻസി കഴിഞ്ഞുള്ള സമയത്ത് ത്രോംബോ എംബോളിസം അങ്ങനത്തെ ഫിനോമിനൻ ജാസ്തി ആയിരിക്കും. ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ട് ഈ ക്ലോട്ട് പോയിട്ട് പല അവയവങ്ങളിലും ബ്ലോക്ക് ചെയ്യാനൊക്കെ ഉള്ള അവസ്ഥയുണ്ട്. അപ്പം അത് ഇങ്ങനെ എക്സസീവ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് ആ ചാൻസസ് കൂട്ടും. ഇപ്പോൾ നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണെങ്കിൽ പോലും നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ആക്ച്വലി നടക്കുന്നത് അവർക്ക് നല്ലതേ ഉള്ളൂ. വയറ് കെട്ടുന്നതുകൊണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. കാരണം അബ്ഡോമിനൽ മസിൽസ് അതിൻ്റെ ടോണൊക്കെ പോയിട്ടുണ്ടാവും, ഭയങ്കര ലൂസായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമ്മൾ അബ്ഡോമിനൽ ബൈൻഡേഴ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്മളുടെ ഹെർണിയ ഉണ്ടാക്കാനൊക്കെ ചാൻസസ് ഒക്കെ കുറയ്ക്കും. ഈ തോർത്ത് പോലത്തെ കെട്ടിയിട്ട് ഒരു കാര്യമില്ല. തോർത്ത് പോലത്തെ കെട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? മേലെ ഒരു ബാൻഡ് പോലെ നിൽക്കും, താഴെ ഒരു ബാൻഡ് പോലെ നിൽക്കും, വയറ് ഫുൾ ചാടിയിട്ടുണ്ടാവും. അപ്പോൾ അതല്ല, അതിനുള്ള ബൈൻഡേഴ്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ ആൾക്കാർ ഒരു 1 or 2 months കഴിഞ്ഞിട്ട് പോസ്റ്റ്നേറ്റൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ പോസ്റ്റ്നേറ്റൽ എക്സസൈസും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അബ്ഡമൻ മസിൽസും ഈ ലോവർ ബാക്ക് മസിൽസൊക്കെ പഴയ സ്ട്രെങ്ത്തിൽ വരുള്ളൂ. അപ്പോഴാണ് അവരുടെ ഈ നടുവേദനയൊക്കെ കുറയുന്നത്.